നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ പ്രത്യേകതയുള്ള ഒന്നാണ്. നമ്മളിൽ പലരും ഉയരം കുറവായതിന്റെ പേരിൽ ആത്മവിശ്വാസം കുറഞ്ഞവരോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ കേൾക്കേണ്ടി വന്നവരോ ആയിരിക്കാം. സാധാരണയായി വ്യായാമം ചെയ്തും നല്ല ഭക്ഷണം കഴിച്ചും ഉയരം കൂട്ടാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയ ശക്തിയായ മനസ്സിനെ നമ്മൾ പലപ്പോഴും ഇതിനായി ഉപയോഗിക്കാറില്ല. ആകർഷണ നിയമം അഥവാ ലോ ഓഫ് അട്രാക്ഷൻ വഴി നമുക്കെങ്ങനെ ഉയരം വർദ്ധിപ്പിക്കാം? കേൾക്കുമ്പോൾ അല്പം അതിശയകരമായി തോന്നാം. എന്നാൽ ക്വാണ്ടം ഫിസിക്സും മനഃശാസ്ത്രവും പറയുന്നത് നമ്മുടെ ചിന്തകൾക്ക് ഭൗതികമായ മാറ്റങ്ങൾ ശരീരത്തിൽ വരുത്താൻ കഴിയുമെന്നാണ്. ഇന്നത്തെ ഈ 20 മിനിറ്റ് നമ്മൾ ചെലവഴിക്കുന്നത് ഈ അത്ഭുതകരമായ വിദ്യ വിശദമായി പഠിക്കാനാണ്. വീഡിയോ മുഴുവനായി കാണുക, കാരണം ഇതിന്റെ അവസാനം നിങ്ങൾക്കായി ഒരു പ്രത്യേക മെഡിറ്റേഷൻ ടെക്നിക് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാനിഫെസ്റ്റേഷൻ പലരിലും വിജയിക്കാത്തതിന്റെ പ്രധാന കാരണം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മളൊരു കാര്യം ആഗ്രഹിക്കുമ്പോൾ, ഉദാഹരണത്തിന് എനിക്ക് ഉയരം വേണം എന്ന് ചിന്തിക്കുമ്പോൾ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എനിക്കിപ്പോൾ ഉയരമില്ലല്ലോ എന്ന സങ്കടമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെയാണ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ തടസ്സമെന്ന് വിളിക്കുന്നത്. നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഞാൻ ഉയരം കുറഞ്ഞവനാണ് എന്ന് സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്നത് തീർത്തും നെഗറ്റീവായ ഊർജ്ജമാണ്. പ്രപഞ്ചത്തിന്റെ നിയമം ലളിതമാണ്. നിങ്ങൾ എന്തിലാണോ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, അത് നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഉയരമില്ലായ്മയെക്കുറിച്ച് ഓർത്തും സങ്കടപ്പെട്ടുമിരുന്നാൽ ആ അവസ്ഥ തന്നെ തുടരും. അതുകൊണ്ട് മാനിഫെസ്റ്റേഷന്റെ ഒന്നാമത്തെ പാഠമെന്നത് അഭാവത്തിൽ നിന്ന് നിറവിലേക്ക് മാറുക എന്നതാണ്. നമുക്കൊരു കാര്യം കിട്ടിയാൽ മാത്രമേ സന്തോഷിക്കാൻ കഴിയൂ എന്ന് വിചാരിക്കുന്നത് തെറ്റായ രീതിയാണ്. പ്രപഞ്ചം നമുക്ക് ആഗ്രഹിച്ച കാര്യം നൽകണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ആ സന്തോഷത്തിന്റെ ഫ്രീക്വൻസിയിലായിരിക്കണം. ഇവിടെയാണ് നന്ദി പറയുന്നതിന്റെ അഥവാ ഗ്രാറ്റിറ്റ്യൂഡിന്റെ പ്രാധാന്യം വരുന്നത്. എനിക്ക് ഉയരം കുറവാണ് എന്ന പരാതി മനസ്സിന്റെ മൂലയിലേക്ക് മാറ്റിവെക്കുക. പകരം എന്റെ ശരീരം ആരോഗ്യവാനായിരിക്കുന്നതിനും എനിക്കിപ്പോഴുള്ള ഈ ഉയരത്തിനും ഞാൻ നന്ദി പറയുന്നു എന്ന് പൂർണ്ണ ഹൃദയത്തോടെ പറയാൻ ശീലിക്കണം. എന്തുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ നന്ദി പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നു. ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണുകൾ കുറയുകയും ശരീരം കൂടുതൽ അയയുകയും ചെയ്യുന്നു. ഗ്രോത്ത് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ അനുയോജ്യമായ ഒരു പോസിറ്റീവ് മാനസികാവസ്ഥ ഇതുവഴി ഉണ്ടാകുന്നു. നിങ്ങളുടെ ഇപ്പോഴത്തെ ശരീരത്തെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ പുതിയ മാറ്റങ്ങളെ സ്വീകരിക്കാൻ നിങ്ങളുടെ കോശങ്ങൾ തയ്യാറാവുകയുള്ളൂ. ഈ മാറ്റം വരാൻ പ്രായോഗികമായി നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമതായി ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ആണ്. ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവത്തിനും നന്ദി പറയുക. പ്രത്യേകിച്ച് നിങ്ങളുടെ നട്ടെല്ലിനും കാലുകൾക്കും അവ ആരോഗ്യത്തോടെ ഇരിക്കുന്നതിനും വളരുന്നതിനും നന്ദി രേഖപ്പെടുത്തുക. രണ്ടാമതായി വിഷ്വലൈസേഷൻ. കണ്ണുകൾ അടച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കൃത്യമായ ഉയരത്തിൽ നിൽക്കുന്നതായി സങ്കൽപ്പിക്കുക. നിങ്ങളുടെ പഴയ വസ്ത്രങ്ങൾ നിങ്ങൾക്ക് ചെറുതാകുന്നതായും സുഹൃത്തുക്കളും ബന്ധുക്കളും നിങ്ങളുടെ ഉയരത്തെക്കുറിച്ച് അത്ഭുതത്തോടെ സംസാരിക്കുന്നതായും സങ്കൽപ്പിക്കുക. ഇത് വെറുമൊരു സ്വപ്നമല്ല, മറിച്ച് നിങ്ങളുടെ സബ് കോൺഷ്യസ് മനസ്സിനുള്ള പരിശീലനമാണ്. മൂന്നാമതായി, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് പോസിറ്റീവ് എനർജി സ്വീകരിക്കാൻ കഴിയുമെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. വെള്ളം കുടിക്കുന്നതിനു മുൻപ് ഈ വെള്ളം എൻ്റെ ശരീരത്തിലെ കോശങ്ങളെ ഉണർത്തുകയും എൻ്റെ ഉയരം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് മനസ്സാ വിചാരിക്കുക. ഇതോടൊപ്പം തന്നെ ചില അഫർമേഷൻസ് അഥവാ പോസിറ്റീവ് വാചകങ്ങൾ ദിവസവും ആവർത്തിച്ചു പറയണം. എൻ്റെ ശരീരം ഓരോ ദിവസവും കൂടുതൽ ഉയരമുള്ളതായി മാറിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ നട്ടെല്ല് വികസിക്കുന്നതിനും കാലുകൾ നീളം വെക്കുന്നതിനും ഞാൻ പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു. സുഹൃത്തുക്കളെ, മാനിഫെസ്റ്റേഷൻ എന്നത് ഒരു മാന്ത്രിക വിദ്യയല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സിനെ പ്രപഞ്ചത്തിന്റെ താളവുമായി ഒത്തുചേർക്കുന്ന പ്രക്രിയയാണ്. ഇതിനോടൊപ്പം തന്നെ ശരീരത്തിനാവശ്യമായ നല്ല ആഹാരവും കൃത്യമായ ഉറക്കവും സ്ട്രെച്ചിംഗ് വ്യായാമങ്ങളും തുടരേണ്ടത് അത്യാവശ്യമാണ്. കുറഞ്ഞത് 21 ദിവസമെങ്കിലും ഈ പോസിറ്റീവ് ചിന്താഗതിയും നന്ദി പറയുന്ന രീതിയും മുടങ്ങാതെ നിലനിർത്തുക. നിങ്ങളുടെ മനസ്സ് മാറുകയാണെങ്കിൽ ശരീരം തീർച്ചയായും അത് പിന്തുടരും. നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്രപഞ്ചത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ. നന്ദി.